കേരള രാഷ്ട്രീയത്തിലെ രണ്ട് മുഖങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ഒന്നാമത്തെ മുഖം, വ്യക്തി അധിഷ്ഠിത രാഷ്ട്രീയത്തിലേക്കാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നമ്മൾ എടുത്തു നോക്കൂ. മേയർ വന്നു, മേയർ വന്നു. രാജേഷ് കൊള്ളാം, രാജേഷ് അയ്യം, രാജേഷാണ് നഷ്ടപ്പെടുക്കാൻ. രാജേഷ് ആര്യ രാജേന്ദ്രൻ നേരത്തെ ഭരിച്ചിരുന്നു. മുഴുവൻ കുറ്റവും ആര്യ രാജേന്ദ്രനാണ്. 100 കൗൺസിലർമാരുണ്ട്, ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. സകല കുറ്റവും ആര്യ രാജേന്ദ്രന്റെ മണ്ടയിൽ വെച്ചു. തോറ്റാലും ജയിച്ചാലും ആര്യ രാജേന്ദ്രൻ. നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യയിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് വ്യക്തി അധിഷ്ഠിതമായ നമ്മൾ രാഷ്ട്രീയത്തെ. ആ വാജ്പേയിയുടെ സമയത്ത് പോലും അങ്ങനെ ഇല്ലായിരുന്നു. വാജ്പേയിയുടെ സമയത്ത് എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ രാജ്യത്ത് പലയിടത്തും തോറ്റു ജയിച്ചു. വാജ്പേയി ആരും ഒന്നും പറയത്തില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ ഏതെങ്കിലും വടക്കേ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ തെരഞ്ഞെടുപ്പ് പറഞ്ഞാലും രാഹുൽ ഗാന്ധി വേഴ്സസ് അവിടുത്തെ മുഖ്യമന്ത്രിക്കും ഒരു പ്രസക്തിയില്ല, നരേന്ദ്രമോദിയാണ്. കേരളത്തിൽ നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്നുള്ള നിലയിലാണ് പ്രൊജക്ട് ചെയ്യുന്നത്. കേരളത്തിലേക്ക് വന്നാലോ പിണറായി വിജയൻ ഒരെണ്ണം പ്രൊജക്ട് ചെയ്യുന്നു, ഇപ്പുറത്തെ വി ഡി സതീശനെ പ്രൊജക്ട് ചെയ്യുന്നു. അങ്ങനെ വ്യക്തി അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വികസനവും നൈതികതയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. നമ്മൾ ഒരാളെ നമ്മൾ വിളിച്ചിട്ട് സൗഹൃദമായ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കുറച്ച് പൈസ കൊടുക്കുന്നു. ചിലപ്പോൾ ജോലി ചെയ്തേനോ സൗജന്യമായിട്ടോ ഭിക്ഷ കൊടുക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരാളിനെ സഹായിക്കുന്നതാകട്ടെ, ഫ്രീ കൊടുക്കുന്നതാകട്ടെ, നമ്മൾ എന്തായാലും സഹായം ചെയ്തു കൊടുക്കുന്നു. 2 തെറിയും കൂടെ പറഞ്ഞു കൊടുത്താലോ അയാൾ ആ സഹായം തിരിച്ചറിഞ്ഞിട്ട് പോകും. തന്റെ ഇത് എനിക്ക് വേണ്ടാന്ന് പറയും എന്ന് പറയുന്ന പോലെ ഒരു നൈതികതയുടെ രാഷ്ട്രീയവും ഒരു ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയവും ഒരു സ്വാതന്ത്ര്യത്തിന്റെ രാഷ്ട്രീയവും വികസന രാഷ്ട്രീയവും തമ്മിലാണ് കേരളത്തിൽ ഫൈറ്റ് ചെയ്യുന്നത്. അതിൽ UDF മേന്മ കൊണ്ടും മെച്ചം കൊണ്ടും ഒന്നും ആയിരിക്കത്തില്ല UDF അധികാരത്തിൽ വരുന്നത്. UDF അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഒരുപാട് ട്രെൻഡ് കാണിക്കുന്നത്. പിന്നെ ചില പഠനങ്ങളൊക്കെ കാണിക്കുന്നത് 72-73 സീറ്റിലൊക്കെ ചിലപ്പോൾ LDF വരുമെന്നൊക്കെ ഉള്ള ചർച്ചകളുണ്ട്. പക്ഷെ അതെല്ലാം അറിയും. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും അത് ആന്റി ഇൻകംബൻസ് എന്ന് പറയുമ്പോൾ, ഭരണവിരുദ്ധം എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാത്തതിനെതിരെയുള്ള ഭരണവിരുദ്ധമല്ല. കാരണം MLA-മാർ അവരവരുടെ മണ്ഡലങ്ങളിൽ നിന്ന് കുറെ വികസന പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ട്. സ്കൂള്, റോഡ്, കിഫ്ബി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വികസന പരിപാടികളൊക്കെ മിക്കവാറും MLA-മാർ ചെയ്തിട്ടുണ്ട്. MLA-മാർക്കെതിരെ വലിയ അഴിമതി ആരോപണമൊന്നുമില്ല. എന്നിട്ടും തോറ്റു പോവുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത് പിണറായി വിജയനെ പോലുള്ളൊരു ഏകഛത്രാധിപതിയെ ഇനി കേരളത്തിന് വേണ്ടയോ എന്നുള്ളൊരു ചർച്ചയാണ്. അങ്ങനെ ഏകഛത്രാധിപതിയെ വേണ്ട എന്നാണ് ജനം തീരുമാനിക്കുന്നതെങ്കിൽ ജനാധിപത്യം ജയിച്ചു എന്ന് പറയാം, സ്വാതന്ത്ര്യം ജയിച്ചു എന്ന് പറയാം, പരമാധികാരം ജയിച്ചു എന്ന് പറയാം. അതേസമയം തിരിച്ചാണെങ്കിൽ മറ്റൊന്നും പറയാനില്ല. തമ്പുരാനാണ് ജയിക്കുന്നതെങ്കിൽ മറ്റൊന്നും പറയാൻ. എനിക്കൊരു പാർട്ടിയോടും താല്പര്യമോ കുറവോ കൂടുതലോ ഒന്നും വെച്ച് ഞാൻ സംസാരിക്കുന്നതല്ല. പക്ഷെ കേരളത്തിൽ ഇപ്പൊ സംഭവിക്കുന്നത്, വേറെ ഉദാഹരണം പറഞ്ഞത് അടിയന്തരാവസ്ഥ സമയത്ത്, അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് അടിയന്തരാവസ്ഥ വീണ്ടും വേണോ സ്വാതന്ത്ര്യം വേണോ എന്നുള്ള തെരഞ്ഞെടുപ്പാണ്. സ്വാതന്ത്ര്യം വേണമെന്നാണ് ഇന്ത്യൻ ജനത വിലയിരുത്തിയത്. പക്ഷെ അടിയന്തരാവസ്ഥ ആയാലും കുഴപ്പമില്ലെന്നാണ് കേരള ജനത വിലയിരുത്തിയത്. അത് വേറെ കഥ. അപ്പൊ നമുക്ക് തിരിച്ചു ചിന്തിക്കാം. നമുക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തി അധിഷ്ഠിതമായ പ്രൊജക്ഷനും അത് വേണോ, അതോ കൃത്യമായ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യമുണ്ടോ? ഇപ്രാവശ്യം LDF ജയിച്ചാൽ LDF ഇല്ലാതാവും, UDF ഇല്ലാതാവും. എങ്ങനെയാന്ന് പറഞ്ഞാൽ LDF ഭരണം കൊണ്ട് ദുഷിക്കും, UDF ഭരണമില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടും. തിരിച്ച് LDF ആണ് വരുന്നതെങ്കിൽ, UDF ആണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ
UDF ഭരണം കൊണ്ടിവിടെ നിലനിൽക്കും, LDF സമരം കൊണ്ട് നിലനിൽക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നത്, രസകരമായി പറയുന്നത്, UDF വന്നാൽ രണ്ട് മുന്നണിയും രക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ LDF വന്നാൽ UDF തകരുകയും ആ തകരുന്ന സ്പേസ് BJPക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കി BJPക്ക് കയറാൻ പറ്റുമോ എന്ന് നോക്കാൻ പക്ഷേ എളുപ്പമല്ല. കാരണം UDFന്റെ അടിത്തറ എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയും നായർ കമ്മ്യൂണിറ്റി, അപ്പർ ക്ലാസ് കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, വലിയൊരു മെജോറിറ്റി വിഭാഗം UDF ആണ്, കോൺഗ്രസ് ആണ്. അതിനെ തകർക്കാനും അവരെ മാറ്റാനും എളുപ്പമല്ല. അത് വേണമെങ്കിൽ കുറച്ച് ഹിന്ദു വിഭാഗത്തിന് കുറച്ച് പേർ കിട്ടുന്നാലും കുറച്ച് അധികം ആളുകളെ കിട്ടാൻ പ്രയാസമാണ്. അവർ ദേശീയതയിലും രാഷ്ട്രത്തിന്റെ കാര്യങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അത് പ്രയാസമായിരിക്കും കിട്ടാൻ. പഴയ പരമ്പരാഗത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. അതേസമയം ഇപ്പുറത്ത് ആണ് പൊളിയുന്നതെങ്കിൽ, അതായത് LDF ആണ് തോറ്റു പോകുന്നതെങ്കിൽ UDF അധികാരത്തിൽ വരികയും LDF സമരം കൊണ്ട് നിലനിൽക്കുകയും ചെയ്യും. അപ്പോഴും BJPയുടെ കാര്യം കുറെ ഇഴവരാതി മറ്റ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട കുറച്ച് ആളുകളുടെ വോട്ട് ഹിന്ദുത്വവും അതും ഇതൊക്കെ അത്തരം ചില കാര്യങ്ങളുടെ ഭാഗമായി BJPക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ വ്യക്തി അധിഷ്ഠിതമായ ആരാധനകളുടെ ബിംബങ്ങളെ തീർക്കുന്ന അത്തരത്തിലുള്ള ചിന്തകളും ചർച്ചകളും. ഒന്ന്, അത് പിണറായി വേണോ സതീശൻ വേണോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെ LDF ആണോ UDF വേണോ എന്നല്ല ചോദിക്കുന്നത്. പിണറായി കൊള്ളാം സതീശൻ കൊള്ളൂല, അല്ലെങ്കിൽ സതീശൻ കൊള്ളാം പിണറായി, അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊള്ളാം, ഐക്യജനാധിപത്യത്തിന് IM അല്ലെങ്കിൽ ഐക്യജനാധിപത്യത്തിൽ കൊള്ളാം, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. അതുപോലെ BJP മുന്നണിയാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിയിൽ പ്രൊജക്ട് ചെയ്താണ് നിൽക്കുന്നത്. പാർട്ടിക്ക് മുകളിൽ വ്യക്തികളെ പ്രതിഷ്ഠിക്കുന്ന വ്യക്തി അധിഷ്ഠിതമായ ബിംബാധിഷ്ഠിതമായ പുതിയ രാഷ്ട്രീയത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഞാൻ പറഞ്ഞ പോലെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും മതേതരത്വവും അതുപോലെ തന്നെ സദാചാരവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ മൂല്യങ്ങളുണ്ട്, സഹിഷ്ണുത. ഈ മൂല്യങ്ങൾ നിലനിൽക്കണമോ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് പിണറായി വിജയൻ എന്ന വ്യക്തി കേരള സമൂഹത്തിൽ ഒരു തമ്പുരാൻ മോഡലിലാണ് വർത്തമാനം പറയുന്നത്. അദ്ദേഹം പുതിയ ഭാഷ്യങ്ങൾ ചമയ്ക്കുന്നു, പുതിയ വാക്കുകൾ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഉള്ള വാക്കുകൾ എടുത്ത് പ്രയോഗിക്കുന്നു, ശകാര ഡിക്ഷണറി ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നു. അതെങ്ങനെയാണ് ശരിയാവുക? അത് ഒരിക്കലും ശരിയാവത്തില്ലല്ലോ. സരിത എന്ന് പറയുന്ന പിന്നെ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെടുത്തി സരിത കേസിൽ പറയുമ്പോൾ അത് അശ്ലീലമാണ്, മോശമാണ് കാര്യങ്ങളാണ്. സ്വപ്നയുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ പറയുമ്പോൾ അത് അങ്ങനെയാണ്. പക്ഷെ തങ്ങളുടെ കൂടെ നിൽക്കുന്ന ഗണേശന്റെ പേരിൽ കേസ് വരുമ്പോൾ അത് കുടുംബ പ്രശ്നമായി മാറും. അതെങ്ങനെയാണ് മാറുന്നത്? കുടുംബ പ്രശ്നമായാലും സ്ത്രീ പ്രശ്നമായാലും എല്ലാം പ്രശ്നമല്ലേ, വനിതകളുടെ പ്രശ്നമല്ലേ? അതെങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പുറത്ത് ഗണേശൻ നിന്നെങ്കിൽ ഗണേശ ഇപ്പം രാജിവെക്കണമായിരുന്നു. ഗണേശ് ഇപ്പുറത്ത് നിന്നപ്പോൾ ഗണേശ് കൊള്ളാം. നല്ല രസകരമാണ് ഓരോ വിഷയത്തെക്കുറിച്ചുള്ള പിണറായിയുടെ സമീപനവും, അതുപോലെ തന്നെ പത്രക്കാരോടുള്ള കാർക്കശ്യവും, അതുപോലെ ചോദ്യം ചോദിക്കുന്ന ആളിനോട് കടക്ക് പുറത്തെന്ന് പറയുന്നതും, വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നതും, ഒരു സെൽഫി എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ ചൂടാകുന്നതും, ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാജാധികാരത്തിൻ്റെ, ഒരു ടോട്ടാലിറ്റേറിയനത്തിൻ്റെ, ഒരു വല്ലാത്ത ഭരണനായകൻ്റെ ഒരു രൂപമാണ് പിണറായി വിജയനിലൂടെ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കിട്ടിയിരിക്കുന്ന ഒരു ജനത അത് വേണമോ, അത് കൂടുതൽ സർഗാത്മകമായ ജനാധിപത്യം ഇവിടെ പുലരണമോ എന്ന് ആലോചിക്കണം. നിർഭാഗ്യവശാൽ അങ്ങനെ ചിന്തിക്കപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസം സുധാകരനെ ചെറ്റയെന്ന് വിളിച്ചിട്ട് പോലും ഞാൻ ചെറ്റത്തരമെന്നേ പറഞ്ഞോളൂ, ചെറ്റയെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും ഒരു ന്യായീകരണമല്ല. ചെറ്റത്തരം കാണിച്ചു അല്ലെങ്കിൽ ചെറ്റത്തരം കാണിച്ചു ഒരാളെന്ന് പറഞ്ഞാൽ അയാൾ ചെറ്റയാണെന്നല്ലേ അർത്ഥം. അത് പിന്നെ തൊട്ട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ നോവലിസ്റ്റ് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞതുപോലെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ സാംസ്കാരിക സാമൂഹ്യ നായകന്മാർ വെറുതെ നിൽക്കുകയാണ്. ഒരു നടനെ കോമാളി എന്നൊരു മുൻ മന്ത്രി വിളിച്ചിട്ട്, ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് വിളിച്ചിട്ട് ഇവിടുത്തെ സാംസ്കാരിക മണ്ഡലം വായും തുറന്ന് നിൽക്കുകയാണ്. എന്തെങ്കിലും കിട്ടുമോ എന്ന്, കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് തിന്നാൻ വായും തുറന്ന് അടിമപ്പണി ചെയ്ത് നിൽക്കുന്ന അടിമ രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. അടിമ കേരളത്തിലാണ്. അവിടെ ജനാധിപത്യം പുലരുമോ അതോ കേരളം നക്കാപ്പിച്ച കിട്ടുന്ന വികസനം മതിയോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്.